ഇന്നത്തെ വെബിനാറിൽ പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് അത്തരം ഭാഗങ്ങളൊക്കെ ചർച്ച ചെയ്ത് കൂടുതൽ എക്സാമിന് വേണ്ടിയിട്ട് ഒരുങ്ങി തയ്യാറാൻ വേണ്ടിയാണ് ക്ലാസ്. ഒരു ചോദ്യം വരുമ്പോൾ അത് വ്യക്തമാക്കുന്നത് ആ ഭാഗത്ത് നിന്ന് ആ ചോദ്യം തന്നെ പിന്നെയും വരും എന്നല്ല, എന്നാൽ ആ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കപ്പെടാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഒരു ചോദ്യം വരുന്ന സമയത്ത് ആ ചോദ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ചോദിക്കപ്പെട്ട ഏരിയ അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് മനസ്സിലാക്കുന്നത്. അത്തരം ഏരിയകളെ പരിചയപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് പോകുന്നത്. അപ്പോൾ ആമുഖങ്ങൾ നീട്ടിക്കൊണ്ടു പോകാതെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചില ഏരിയകളൊക്കെ പരിചയപ്പെടാം. ഒന്നാമതൊരു ചോദ്യം നമ്മുടെ മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട് മലയാള ഭാഷയുടെ പല പ്രയോഗങ്ങളും ഭാഷയിലെ ഭാഷാ പ്രയോഗങ്ങളൊക്കെ വരുന്ന അല്ലെങ്കിൽ ഭാഷയിലെ ഭാഷാ പ്രയോഗങ്ങൾ എടുക്കപ്പെട്ട ചില വാക്കുകൾ എടുക്കപ്പെട്ട ഒന്നാണ് തുള്ളൽ. തുള്ളൽ പ്രസ്ഥാനം എന്നത് മലയാള ഭാഷയിൽ അത്രയും പ്രാധാന്യം അർഹിക്കുന്നു എന്നും നമുക്കറിയാം. കുഞ്ചൻ നമ്പ്യാർ പ്രശസ്തനായത് ഏത് സാഹിത്യ രൂപത്തിലൂടെയാണ് എന്ന് മുമ്പ് ചോദിക്കപ്പെട്ടിട്ടുണ്ട്. കുഞ്ചൻ നമ്പ്യാർ പ്രശസ്തനായത് തുള്ളലിലൂടെയാണ്. തുള്ളലിനോടനുബന്ധിച്ച് അദ്ദേഹം പാടിയ പാട്ടുകൾ ഇന്നത്തെയൊക്കെ കോമഡി പോലെ അല്ലെങ്കിൽ ഇന്നത്തെ ഹാസ്യങ്ങളെ പോലെ വെല്ലുന്ന ഒരു റിയലിസ്റ്റിക് കോമഡി അല്ലെങ്കിൽ റിയലിസ്റ്റിക് ജോക്ക് തുള്ളലിലൂടെ കഥ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നിലനിർത്തിയിരുന്നു. അപ്പൊ ആ ഒരു സാഹിത്യ പ്രസ്ഥാനത്തിലൂടെയാണ് രൂപത്തിലൂടെയാണ് കുഞ്ചൻ നമ്പ്യാർ എന്ന നമുക്കൊക്കെ പ്രമുഖനായ ഒരു കലാകാരൻ പ്രശസ്തനാകുന്നത്. മറ്റൊന്ന്, ഇന്ദുലേഖ എന്ന നോവൽ എഴുതിയത് ആര് എന്ന. ഇന്ദുലേഖയുടെ പ്രത്യേകത മലയാളത്തിലെ ആദ്യ നോവൽ വസ്ഫത്ത് അല്ലെങ്കിൽ എല്ലാവിധ നിബന്ധനകളുമൊത്ത ആദ്യ നോവൽ എന്നതാണ് ഇന്ദുലേഖയുടെ ഒരു പ്രത്യേകത. ആഗോളതലത്തില് നോവൽ സാഹിത്യത്തിൽ അല്ലെങ്കിൽ കഥാസാഹിത്യത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അറബി സാഹിത്യത്തിലേക്ക് കടന്നാൽ ആദ്യമായി എഴുതപ്പെട്ട സൈനബും മലയാളത്തിലെ എഴുതപ്പെട്ട ഇന്ദുലേഖയും ഒക്കെ പറയുന്നത് പ്രയാസം അനുഭവിക്കുന്ന ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്ന സ്ത്രീ സമൂഹത്തിന്റെ നൊമ്പരങ്ങളെ കുറിച്ചാണ് എന്നൊരു സാമ്യത കൂടി അവിടെ ഉണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. മലയാള ഭാഷയിലെ പദങ്ങളുമായുള്ള നമ്മുടെ ബന്ധത്തെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം അത് കാണുന്നത് പോലെ ചന്ദ്രൻ, ബുദ്ധി എന്നീ അർത്ഥങ്ങൾ ഉള്ള പദം ഏത്? ചന്ദ്രൻ എന്ന അർത്ഥവും വേണം, ബുദ്ധി എന്ന അർത്ഥവും വേണം. ഒരു പദത്തിന് തന്നെ പല അർത്ഥങ്ങൾ ഉണ്ടാകും. അതിൽ ചന്ദ്രൻ, ബുദ്ധി എന്നീ അർത്ഥങ്ങൾ വരുന്ന പദം ഏത് എന്നാണ്. ചന്ദ്രൻ, ബുദ്ധി എന്ന അർത്ഥങ്ങൾ വരുന്ന പദം ഏത്? പ്രജ്ഞ, ശശി, മതി, കൗമുദി. ഇതിൽ ചന്ദ്രൻ, ബുദ്ധി എന്ന അർത്ഥം വരുന്ന വാക്ക് ഏതാണ് എന്ന്. ശശി, മതി, കൗമുദി. നോക്കാം. മതി എന്നുള്ള അർത്ഥമാണ്. ചന്ദ്രൻ, ബുദ്ധി എന്ന അർത്ഥങ്ങൾ വരുന്നത് മതി എന്നുള്ള വാക്കിനാണ്. ചന്ദ്രൻ, ബുദ്ധി എന്ന അർത്ഥങ്ങൾ രണ്ടും ഒത്തുവരുന്നത്. ചുവടെ ചേർത്തവയിൽ കുമാരനാശാൻ എഴുതിയ കൃതി ഏത്? ചുവടെ ചേർത്തവയിൽ കുമാരനാശാൻ എഴുതിയ കൃതി ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഭക്തിദീപിക, പുഷ്പവാടി. ഭക്തിദീപിക, പുഷ്പവാടി. പിന്നെ തരങ്കിണി, പുഷ്പവാടി, ഭക്തിദീപിക, ബധിരവിലാപം. ഇവയിൽ കുമാരനാശാൻ എഴുതിയത് ഏത് എന്നാണ്. ആലോചിച്ച് നോക്കും. ഭക്തിദീപിക മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എഴുതിയതാണ്. ഭക്തിദീപിക ഉള്ളൂർ പരമേശ്വരയ്യർ എഴുതിയതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് അതിൽ നിന്ന് ഒഴിവാക്കാം. അങ്ങനെ ഓരോന്ന് എലിമിനേറ്റ് ചെയ്ത് നോക്കൂ. ഏതാണ് അവസാനം കിട്ടുന്നത്? തരങ്കിണി ആരെഴുതിയത്? തരങ്കിണി ആരെഴുതിയതാണ്? ബധിരവിലാപം. അങ്ങനെ ഓരോരുത്തർ നോക്കിയാൽ മതി. ഓക്കെ. രണ്ടാമത്തെ പുഷ്പവാടിയാണ് കുമാരനാശാൻ എഴുതിയത്. പുഷ്പവാടിയാണ്. ചുവടെ ചേർത്തിരിക്കുന്നതിൽ ശരിയായ പദമേത്? സായുജ്യം, അതിഥി, പ്രവൃത്തി, പീഡനം,
ഇതില് ശരിയായിട്ടുള്ള പദം ഏതാണെന്ന് നോക്കാം. സ്കൂളിൽ പോവാം. സായുജ്യം എന്നുള്ളതാണ് ചുവടെ ചേർത്തുകൾ ശരിയായ പദം സായുജ്യമാണ്. ദ്രാവിഡ ഭാഷ ഗോത്രത്തിൽ ഉൾപ്പെടുന്ന ഭാഷ ഏത്? ദ്രാവിഡ ഭാഷ ഗോത്രത്തിൽ ഉൾപ്പെടുന്ന ദ്രാവിഡ, തുളു, മറാത്തി, മണിപ്പൂർ, സംസ്കൃതം. മലയാളമൊക്കെ ഉൾക്കൊള്ളുന്ന ഭാഷയാണ് ദ്രാവിഡ ഭാഷ. അതിൽ ഉൾപ്പെടുന്ന ഭാഷ ഏത് എന്നുള്ളതാണ്. ദ്രാവിഡ ഭാഷ ഗോത്രത്തിൽ ഉൾപ്പെടുന്ന ഭാഷ ഏത്? തുളു. തുളു ആണ് ദ്രാവിഡ ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെടുന്ന ഭാഷ. താഴെ കൊടുത്തവയിൽ മറ്റേതൊക്കെ ഭാഷകളാണ് ഇതില് ദ്രാവിഡ ഭാഷയിൽ ഉൾപ്പെടുന്നത്? ദ്രാവിഡ ഭാഷയില് തമിഴുണ്ട്, പിന്നെ ഈ മലയാളമുണ്ട്, അതുപോലെ മലയാളത്തോട് സാമ്യതയുള്ള കുറച്ച് ഭാഷകളുണ്ട്. പിന്നെ തെലുങ്കുണ്ട്. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം എന്നിവയാണ് പ്രധാന ഭാഷകൾ. പിന്നെ അതേപോലെ തുളു ഒക്കെ പോലെയുള്ള സബ് ഭാഷകളുണ്ട്. സാധാരണ തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം തുടങ്ങി ദ്രാവിഡ ഭാഷകളിൽ എന്ന് പറയുന്നു. താഴെ കൊടുത്തവയിൽ അനുനാസിക അക്ഷരം ഏത്? താഴെ കൊടുത്തവയിൽ അനുനാസിക അക്ഷരം ഏത്? പ, ഹ, റ, ന. അനുനാസിക അക്ഷരം ഏതാണെന്നാണ് ചോദിക്കുന്നത്. നോക്കൂ, ചെറിയ ഗ്യാപ്പ് ഇട്ട് നിങ്ങൾക്ക് ഇത് നോക്കാൻ വേണ്ടിയിട്ടാണ്. നാസികാക്ഷരങ്ങൾ നാസൽ കൺസണൻസ് എന്നതൊക്കെയാണ് അതിന്റെ മറ്റൊരു ഇംഗ്ലീഷിലൊക്കെ പറയാം. വിശദീകരിച്ച് പറഞ്ഞ മൂക്കിന്റെ സഹായത്തോട് ഉച്ചരിക്കുന്ന വ്യഞ്ജനാക്ഷരങ്ങൾ, മൂക്കിന്റെ സഹായത്തോടു കൂടി ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ. ന എന്നുള്ളതാണ് അനുനാസികാക്ഷരം. അപ്പൊ ഇതിങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എങ്ങനെ കക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇതിൽ ഓരോന്നിനും ഓരോ പാറ്റേണുകൾ ഉണ്ട്. മഹ്റജുകൾ അനുസരിച്ച് പുറപ്പെടുന്ന സ്ഥലങ്ങൾ അനുസരിച്ച് പറയുന്ന അക്ഷരങ്ങളുണ്ട്, രീതികളുണ്ട്. സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ എന്ന് കുഴിയിൽ നിന്ന്. പിന്നെ ഈ വരി ഏതു കൃതിയിലെയാണ്? സ്നേഹമാണ് അഖില സാഗര മൊഴിയിൽ. ഈ വരി ഏത് കൃതിയിലെയാണ്? ലീല, നളിനി, കരുണ, പ്രേമസംഗീതം. ഇതിനൊക്കെ പ്രത്യേകത അത് കുമാരനാശാന്റെ ആണെന്നുള്ളൂടെ ഒരു പ്രത്യേകതയുണ്ട്. ആശാന്റെ കൃതികൾക്കും കുമാരനാശാനുമായി ബന്ധപ്പെട്ട കൃതികൾക്കൊക്കെ പിന്നെ പ്രത്യേകതയുണ്ട് എന്ന് മനസ്സിലാക്കുക. ആശാനെ കുറിച്ചുള്ള ചെറുതായിട്ടുള്ള നോട്ട്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കി പോവുക. ജസ്റ്റ് അടിച്ചു കൊടുത്താൽ തന്നെ വിക്കിപീഡിയയിൽ വരുന്ന മെയിൻ കാര്യങ്ങളൊക്കെ ഇപ്പോഴല്ല, ഇപ്പൊ നമ്മൾ ക്ലാസ്സിന് പോകുന്നതിന് തൊട്ട് മുമ്പ് നോക്കിയൊന്ന് വെച്ചിരിക്കണം. സ്നേഹമാണ് അഖിലസാഗര മൂഴിയിൽ ഈ വരി ഏത് കൃതിയിലെയാണ്? നളിനി എന്ന കൃതിയിലെയാണ്. നളിനി എന്ന കൃതിയിലെയാണ് സ്നേഹസാഗരം എന്ന കവിത. വല്ലി എന്ന നോവൽ എഴുതിയത്, വല്ലി എന്ന നോവൽ എഴുതിയത് ആര്? ഹരിദാ സാവിത്രി, സന്ധ്യാമേരി, രാജശ്രീ, ശിരാ ടോമി. ഇതിൽ വല്ലി എന്ന നോവൽ എഴുതിയത് ആര്? ഹരിദാ സാവിത്രി, സന്ധ്യാമേരി, രാജശ്രീ, ശിരാ ടോമി. വല്ലി എന്ന നോവൽ എഴുതിയത് ഷീല ടോമിയാണ്. ഷീല ടോമിയാണ് വല്ലി എന്ന നോവൽ എഴുതിയത്. മുല്ല പ്ലസ് പെരിയാർ, മുല്ല പ്ലസ് പെരിയാർ എന്നുള്ള സന്ധി ചെയ്ത് പിന്നെ മുല്ലപ്പെരിയാർ എന്നാവുമല്ലോ, മുല്ലപ്പെരിയാർ എന്നാകും. അപ്പോ അത് എഴുതിയത് അതെങ്ങനെയാണ് ആയി മാറുന്നത്? ആഗമസന്ധിയാണോ, ലോപസന്ധിയാണോ, ആദേശസന്ധിയാണോ, ദ്വിത്വസന്ധിയാണോ? സന്ധികൾ എന്ന് പറയുന്നത് ഒരക്ഷരം അല്ലെങ്കിൽ ഒരു സ്വരം ഉച്ചരിക്കുന്നതിന് വേണ്ടി മറ്റൊന്നിന്റെ സഹായം ആഗമിച്ചു വരുന്നുവെങ്കിൽ തിരു പ്ലസ് ആതിര, തിരുവാതിര, ആഗമസന്ധി. ലോപസന്ധി എന്ന് പറയുന്നത് ചേർത്ത് എഴുതുന്ന സമയത്ത് ഒരക്ഷരം ഡിലീറ്റായി പോകുന്ന സമയത്ത് ഒരക്ഷരം കുറഞ്ഞു പോകും, അതിനാണ് ലോപസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ആദേശസന്ധി എന്ന് പറയുന്നത് ഒരക്ഷരം, ഒരു വർണ്ണം എന്നാണ്
ഇതിൽ പറയുന്നത് നമ്മുടെ മലയാള ഗ്രാമറിൽ പറയാ വർണ്ണം എന്നാണ്. എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാറുണ്ട്, ഇബ്ദാലി എന്ന് പറയാറുണ്ട്. ഇബ്ദാലി എന്ന് പറയും, അഥവാ ആദേശം ഇബ്ദാല്. ഇബ്ദാല് തന്നെ എന്താ, ബദലാക്കുക, ഒരക്ഷരത്തെ മാറ്റിയിട്ട് മറ്റൊരു, അതിനാണ് ആദേശ സന്ധി എന്ന് പറയുന്നത്. ദിത്തസന്ധി എന്ന് പറയുന്നത്, ദിത്തസന്ധി അത് ഇദ്ഗാം ചെയ്യുക, രണ്ടക്ഷരത്തെ ഒരക്ഷരത്തിൽ ഊർത്തി ഇരട്ടിപ്പിക്കുക. മുല്ലപ്പെരിയാർ നോക്കാം, മുല്ല പ്ലസ് പെരിയാർ എന്നുള്ളത് മുല്ലപ്പെരിയാർ എന്നായി മാറും. അവിടെ വരുന്ന സന്ധി ദിത്തസന്ധിയാണ്. ദിത്തസന്ധിയാണ് അവിടെ വരുന്നത്. ഇനി മനുഷ്യരോട് എന്ന പദത്തിലെ വിഭക്തി ഏത്? മനുഷ്യരോട് എന്ന പദത്തിലെ വിഭക്തി ഏത്? സംയോജിക, സംബന്ധിക, പ്രായോജിക, പ്രതിഗ്രാഹിക. മനുഷ്യരോട്, രോട്, ഓട് എന്നുള്ളതാണ്. ഓട് എന്നുള്ള വിഭക്തി ഏതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്? സംയോജിക, സംബന്ധിക, പ്രതിഗ്രാഹിക. സംയോജികയാണ്. വിഭക്തികൾ കുറേയുണ്ട്. ഓട്, ആൽ, നാൽ എന്നൊക്കെ വരുന്ന വിഭക്തികളുണ്ട്. ഇതിൽ സംയോജികയാണ്. ഇത് ഇത്രയും ചോദിച്ചത്, ഇത്രയും വന്ന സംഗതികളൊക്കെ ഗ്രാമറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരുന്നു. ഇനി മറ്റൊരു ഏരിയ, ഭാഷയുടെ മറ്റൊരു ഏരിയ വരുന്നത് പദശൈലി, ശൈലികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പൊ ഇനി നമ്മൾ പുതിയതായിട്ട് ആദ്യമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കാനുള്ളത്, മലയാളത്തില് ചോദ്യങ്ങൾ വരുന്ന രീതികൾ പറയുന്നത്. മലയാളത്തിൽ ചോദ്യങ്ങൾ വരുന്നത് ആദ്യത്തെ 10 ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആദ്യത്തെ 10 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 10 ചോദ്യങ്ങൾ ചോദിക്കപ്പെടുന്നത് ആദ്യം ഒരു പാരഗ്രാഫ് തന്നിട്ട് ആ പാരഗ്രാഫുമായി ബന്ധപ്പെട്ട 5 ചോദ്യങ്ങൾ, പിന്നെ അതുപോലെ ഒരു കവിത തന്നിട്ട് ആ കവിതയുമായി ബന്ധപ്പെട്ട 5 ചോദ്യങ്ങൾ, ഇങ്ങനെയാണ് 10 ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ നമുക്ക് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നതിന്റെ കപ്പാസിറ്റി അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വരുന്നതാണ് ഭാഷാജ്ഞാനം എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഭാഷാജ്ഞാനം എന്ന് പറയുന്ന ഏരിയയിൽ വരുന്നതാണ് പദശൈലി, പദജ്ഞാനം, അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇത് ശൈലിയുമായി ബന്ധപ്പെട്ട ശോകത്തിൽ കഴിക്കുക എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ശോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പിന്നെ ശോകമായി, അല്ലെങ്കിൽ ആകെ സീന് ഡാർക്കായിരുന്നു, അതുകൊണ്ട് വളരെ സിമ്പിൾ ഒക്കെ ഇതാക്കി ചെയ്തു എന്നൊക്കെ പറയും. അപ്പൊ ശോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ഏത്? വേഗത്തിൽ പറയുക, ചുരുക്കി പറയുക, അർത്ഥം മനസ്സിലാക്കി പറയുക, ശോകത്തിന്റെ അർത്ഥം പറയുക. ഇതിലേതാണ് ശോകത്തിൽ കഴിക്കുക എന്നുള്ളതിന്റെ ഉദ്ദേശം എന്നാണ് ചോദ്യം. ശോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയുക, അല്ലെങ്കിൽ ചുരുക്കി ചെയ്യുക, ചുരുക്കി തീർക്കുക. ഇതാണ് ശോകത്തിൽ കഴിക്കുക എന്ന് പറയുന്നത്. ആ ശൈലിയുടെ ഉദ്ദേശം അതാണ്. ചുവടെ ചേർത്തതിൽ മലയാള ഭാഷ അന്യഭാഷയിൽ നിന്ന് സ്വീകരിച്ച പദമേത്? മലയാള ഭാഷ അന്യഭാഷയിൽ നിന്ന് സ്വീകരിച്ച പദമേത്? കാട്, മണൽ, കടലാസ്, നിങ്ങൾ. കാട്, മണൽ, കടലാസ്, നിങ്ങൾ എന്നുള്ളതിൽ നിന്ന് അന്യഭാഷയിൽ നിന്ന് സ്വീകരിച്ച പദമേത്? കാട് ആണോ, മണലാണോ, കടലാസ് ആണോ, നിങ്ങൾ എന്നുള്ളതാണോ? കടലാസ് എന്നുള്ളത്, കടലാസ് എന്നുള്ള പദമാണ് അന്യഭാഷയിൽ. കടലാസ് എന്ന പദം പേർഷ്യൻ പദമായ കാഗസ് എന്നുള്ളതിൽ നിന്ന് വന്നതാണ്. കാഗസ് ആണ് പിന്നീട് കടലാസ് ആയത്. കാഗസ് എന്ന് ഹിന്ദിയിലൊക്കെ പറയാറുണ്ട്. ആക്ച്വലി അതിന്റെ ബേസിക് പിന്നെ പേർഷ്യൻ പദമാണ് കാഗസ്, അതാണ് കടലാസായി മാറിയത്. പിന്നെ അന്യഭാഷയിൽ നിന്ന് സ്വീകരിച്ച പദം കടലാസ് എന്നുള്ളതാണ്. ആടുജീവിതം അത് സിനിമയായി മാറിയിട്ടുണ്ട്. ആടുജീവിതം എന്ന സിനിമ സംവിധാനം ചെയ്തത് ആര്? രഞ്ജിത്ത്, സുപ്രിയ മേനോൻ, അമൽ നീരദ്, ബ്ലസ്സി. അത് പിന്നെ പലർക്കും അറിയായിരിക്കും. ബ്ലസ്സിയാണ് അത് സംവിധാനം ചെയ്തത്. ആടുജീവിതം എന്ന സംവിധാനം ചെയ്ത് ബ്ലസ്സിയാണ്. അതിൽ ബാക്കിയുള്ളവർക്കൊക്കെ ചെറിയ ചെറിയ റോളുകളൊക്കെ ഉണ്ട്. സുപ്രിയ മേനോനാണ് അത് നിർമ്മാണം എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിന്റെ കമ്പനി, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബന്ധങ്ങളൊക്കെ ഉണ്ട്. സംവിധാനം ചെയ്തത് ബ്ലസ്സിയാണ്. ചുവടെ ചേർത്തിരിക്കുന്നതിൽ നാമവിഭാഗത്തിൽ വരുന്ന പദമേത്? വിഭാഗത്തിൽ പെടുന്ന പദമേത്? വളരെ സിമ്പിളായി ചിന്തിച്ചാൽ നമ്മൾ അറബിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇസ്മേലാണ്. ഇസ്മ, ഫെയില്, ഹർഫ്, അല്ലെങ്കിൽ നമ്മള് അജക്റ്റീവ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ മാറ്റി നിർത്തുമല്ലോ. അത് മാറ്റി നിർത്താതെ നാമവിഭാഗത്തിൽ പെടുന്ന പദമേത്?
വളരെ, കണ്ടു, കാഴ്ച, പെട്ടെന്ന്. കണ്ടു, കാഴ്ച, പെട്ടെന്ന്. ഇതിലേതാ നാമവിഭാഗത്തിൽപ്പെടുന്നത്? കാഴ്ച അത് സമ്പൂർണമായിട്ടുള്ള ഇസ്മയിൽ വരുന്നത് കാഴ്ച എന്ന് മാത്രമാണ്. വളരെ എന്ന് പറയുന്നത് ഒരു വിശേഷണം പോലെ, അല്ലെങ്കിൽ പിന്നെ വലുത് എന്ന ആ ഒരു രീതിയിൽ പോകും. കണ്ടു എന്നതിനെ ഫെയിലായി മാറും. പെട്ടെന്ന് എന്ന് പറയുന്നതും നാമമായിട്ട് കൂട്ടാറില്ല. ഇതിൽ നാമവിഭാഗത്തിൽപ്പെടുന്നത് കാഴ്ച എന്നതാണ്. അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്ന പഴഞ്ചൊല്ലിനോട് സമാനമായ പഴഞ്ചൊല്ലേത്. അപ്പൊ ഒരു പഴഞ്ചൊല്ലിന് മറ്റൊരു പഴഞ്ചൊല്ല് കൊണ്ട് ഉത്തരം പറയുക. ആ ഒരു രീതിയിലാണ് വരുന്നത്. അഴകുള്ള ചക്കയിൽ ചുളയില്ല. അപ്പൊ അതിനെക്കുറിച്ച് എങ്ങനെയാണ് പറയാ? നഖം നനയാതെ മീൻ പിടിക്കുക. നഖം നനയാതെ മീൻ പിടിക്കുക. മിന്നുന്നതെല്ലാം പൊന്നല്ല. മിന്നുന്നതെല്ലാം പൊന്നല്ല. ആടറിയുമോ അങ്ങാടി വാണിഭം. ആടറിയുമോ അങ്ങാടി വാണിഭം. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. അപ്പം ഇതിൽ ഏതാണ് വരുന്നത്? അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്നതിനോട് കിടപിടിക്കുന്നത് ഏതാണ്? അപ്പൊ അതിനൊരു ആശയം, അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്നതിന്റെ ഒരു ആശയം എന്ത് എന്നുള്ള തരത്തിൽ നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അതിന്റെ ആശയം എന്താണ്? നമ്മള് നല്ല ഭംഗിയൊക്കെ ഉണ്ടായിട്ടൊരു ചക്ക കാണുമ്പോൾ വിചാരിക്കുക അത് മുഴുവൻ ചുളയാണെന്ന് വിചാരിക്കും. നോക്കുമ്പോൾ അത് ഉണ്ടാവില്ല. അപ്പൊ ഏതാണ്? നഖം നനയാതെ മീൻ പിടിക്കുക എന്നാണോ? അല്ല. മിന്നുന്നതെല്ലാം പൊന്നല്ല. തിളങ്ങുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് പൊന്നെന്ന് പറയാൻ വയ്യ. അതാണ് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ളതാണ് അളകുള്ള ചക്കയിൽ ചുളയില്ല എന്ന പഴഞ്ചൊല്ലിനോട് സമാനമായ പദം. മിന്നുന്നതെല്ലാം പൊന്നല്ല. ഓക്കെ. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്തു മത്സരിക്കുന്നതെന്തിനു നാം വ്യത. ഈ വരികൾ ആരുടെയാണ്? കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്തു മത്സരിക്കുന്നതെന്തിനു നാം വ്യത. വെറുതെ എന്തിനാണ് ഈ മരണത്തിന്റെയും ജനനത്തിന്റെയും ഇടയിലുള്ള ഈ ഒരു ഇടവേളയിൽ, അല്ലെങ്കിൽ കുറഞ്ഞ സമയത്ത് നമ്മൾ ഇങ്ങനെ മത്സരിക്കുന്നത് എന്ന് ചോദിക്കുന്ന എന്ന അർത്ഥത്തിലുള്ള വരികൾ ആരുടെയാണ്? ഓപ്ഷൻ എ എഴുത്തച്ഛൻ, ബി പൂന്താനം, സി രാമപുരത്ത് വാര്യർ, ഫോർ മേൽപ്പത്തൂർ നാരായണൻ ഭട്ടതിരി. പരീക്ഷയ്ക്ക് ഈ രീതിയിലല്ല, എ ബി സി ഡി എന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും എന്ന കവിതാ വരികൾ ആരുടേതാണ്? പൂന്താനത്തിന്റെ വരികളാണ്. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്തു മത്സരിക്കുന്നത് എന്തിനു നാം വ്യത എന്നുള്ളത്. ഓക്കെ. ചുവടെ കൊടുത്തിരിക്കുന്നത് നമ്മളെ ഭാഷയുമായി ബന്ധപ്പെട്ടതാണ്. ഭാഷയിൽ ഇറങ്ങുന്ന പ്രസിദ്ധീകരണങ്ങൾ, ഭാഷയിലെ പുസ്തകങ്ങൾ, ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ അറിഞ്ഞിരിക്കല് ഒരു മലയാള ഭാഷ ശരാശരി അറിയുന്ന ഒരാൾക്ക് മേൽ അനിവാര്യമാണ് എന്നതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആഴ്ചപ്പതിപ്പ് അല്ലാത്തതേത്? മാതൃഭൂമി, മാധ്യമം, ദേശാഭിമാനി, ഭാഷാ പോഷിണി. ഇതിൽ ആഴ്ചപ്പതിപ്പ് അല്ലാത്തത് ഏതാണ്? അപ്പോൾ പത്രമായിട്ട് ഇറങ്ങുന്നുണ്ട്, പത്രവും ആഴ്ചപ്പതിപ്പുമായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഇതിൽ അതിനെക്കുറിച്ചൊരു ധാരണമാണ്. ഭാഷാപോഷിണി മാസത്തിലാണ് ഇറങ്ങുന്നത്, ബാക്കിയെല്ലാം ആഴ്ചയിൽ ഇറങ്ങുന്നുണ്ട്. ഭാഷാപോഷിണി മാസത്തിലാണ് ഇറങ്ങുന്നത്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് നമുക്ക് പരിചയമുണ്ട്, മാധ്യമ ആഴ്ചപ്പതിപ്പ്, ദേശാഭിമാനി പത്രവും ഉണ്ട്, ആഴ്ചപ്പതിപ്പും ഉണ്ട്. ഒന്നാമതായി ചോദിച്ചൊരു ചോദ്യമാണ്, തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് ആര്? രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ, ഉണ്ണായി വാര്യർ, പൂനൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരാണ് ഇതിന്റെ വക്താവായിട്ട് അറിയപ്പെടുന്നത്. കടന്നൽ കൂട്ടത്തിൽ കല്ലിടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? കടന്നൽ കൂട്ടത്തിൽ കല്ലിടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? അനർത്ഥ ഹേതുക്കൾ സ്വയം ക്ഷണിച്ചു വരുത്തുക,
അപകടത്തെ മുൻകൂട്ടി അറിയുക, അനർത്ഥങ്ങൾ മനസ്സിലാക്കാതിരിക്കുക, സ്വയം നിയന്ത്രണങ്ങൾ വെക്കുക. സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും കടന്നൽ കൂട്ടത്തിൽ കല്ലിട്ട എന്തായിരിക്കും അവസ്ഥ എന്ന് പറയേണ്ടതില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ കടന്നൽ കൂട്ടത്തിൽ കല്ലിടുക എന്നതിന്റെ ഉദ്ദേശം വരുന്നത് എന്താണ്? നമ്മളായിട്ട് പ്രയാസങ്ങൾ ഉണ്ടാക്കി തീർക്കുക, അല്ലെങ്കിൽ അനർത്ഥ ഹേതുക്കൾ സ്വയം ക്ഷണിച്ചു വരുത്തുക. അനർത്ഥ ഹേതുക്കൾ സ്വയം ക്ഷണിച്ചു വരുത്തുക എന്ന് തന്നെയാണ്. പാറപ്പുറത്ത്, പാറപ്പുറത്ത് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത്, എഴുത്തുകാരുടെ തൂലികാ നാമത്തിന് പ്രാധാന്യമുണ്ട്. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ക്ലാസ്സിലൊക്കെ പറയുന്നത് പിന്നെ മത്തായി, അത് കള്ളുടിച്ച് മത്തായി കിടക്കുമല്ലോ, മത്തായിട്ട് എന്ത് ചെയ്യും, പാറപ്പുറത്ത് കിടന്നു എന്ന് ഓർത്തു വെക്കുക. വി അയ്യപ്പൻ, PC കുട്ടിക്കൃഷ്ണൻ, KE മത്തായി, ജോർജ് വർഗീസ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വി അയ്യപ്പൻ, PC കുട്ടിക്കൃഷ്ണൻ, KE മത്തായി, ജോർജ് വർഗീസ്. KE മത്തായി ആണ് പാറപ്പുറത്ത് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കള്ളുടിച്ചിട്ട് മത്തായിട്ട് എന്ത് ചെയ്തു, പാറപ്പുറത്ത് കിടന്ന് ഉറങ്ങിപ്പോയി അയാള് എന്ന് നമ്മളൊരു വെറുതെ ഒരു വാക്യം ഓർത്തു വെക്കുക, അല്ലാതെ അതുമായി അയാളുമായി ബന്ധപ്പെട്ടിട്ടില്ല. പാറപ്പുറത്ത് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് KE മത്തായി ആണ്. KE മത്തായി ആണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയത് ആര്? കേരളത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച, അന്തർജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഉയർന്ന ജാതികളിൽപ്പെട്ട സ്ത്രീ സമൂഹത്തിന് വരെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ അടുക്കളയിൽ കിടന്ന് അലയേണ്ട അവസ്ഥ വന്നിരുന്ന ഒരു സാഹചര്യത്തിന് വലിയ മാറ്റം വരുത്തപ്പെടുന്ന രീതിയിലുള്ള ഒരു രചനയായിരുന്നു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ആ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയത് ആര്? ഒരു കൃതിയെ കുറിച്ച് ചോദിക്കുമ്പോൾ ആ കൃതിക്ക് വേറെയും പല പശ്ചാത്തലവും സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എഴുതിയത് MRB, പ്രേംജി, കേളപ്പൻ, VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാട് എഴുതിയതാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള നാടകം. നാടക കലയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ആദ്യകാലങ്ങളിൽ എഴുതപ്പെട്ട, അല്ലെങ്കിൽ നവോത്ഥാനങ്ങൾക്ക്, കേരളത്തിന്റെ വളർച്ചയ്ക്ക് പങ്കുവഹിച്ച രചനകളിൽപ്പെട്ട ഒന്നാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. മലയാളം മാസങ്ങളിലെ ഗണത്തിൽ ഉൾപ്പെടാത്തത് ഏത്? വൃശ്ചികം, മിഥുനം, ചിത്തിര, കുംഭം. അതില് 3 മലയാള ഭാഷയിൽപ്പെട്ടതാണ്. മറ്റൊന്നൊരു നാളാണ്. ഒന്ന് നാളാണ്, ബാക്കിയൊക്കെ ഭാഷയാണ്. മലയാള ഭാഷയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ മലയാളത്തിലെ മാസങ്ങളുടെ ഭാഗമാണ്. ചിത്തിര എന്നുള്ളതൊരു നക്ഷത്രമാണ്. ചിത്തിര, നമ്മൾ മൂലൻ നക്ഷത്രം, ചിത്തിര എന്നൊക്കെ പറയുന്ന പോലെ പിന്നെ ഒരു നക്ഷത്രത്തിന്റെ പേരാണ് ചിത്തിര എന്നുള്ളത്. അതിഥി തൊഴിലാളി അല്ലെ, നമ്മൾ ഏറെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദമാണ് അതിഥി തൊഴിലാളി. അതിഥി തൊഴിലാളി എന്ന പദം വിഗ്രഹിക്കുന്നത് എങ്ങനെ? അതിഥി തൊഴിലാളി എന്ന പദം വിഗ്രഹിക്കുന്നത് എങ്ങനെ? അതിഥിയായ തൊഴിലാളി, അതിഥിയും തൊഴിലാളിയും, അതിഥിയുടെ തൊഴിലാളി, അതിഥി എന്ന തൊഴിലാളി. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന പദല്ലേ, പറയുന്ന പദല്ലേ, നമുക്കൊന്ന് വിഗ്രഹിച്ചു നോക്കാം. അതിഥി തൊഴിലാളി എന്ന് പറഞ്ഞാൽ എന്താ? അതിഥിയായ തൊഴിലാളിയാണ് അതിഥി തൊഴിലാളി. അതിഥിയായ തൊഴിലാളിയാണ് അതിഥി തൊഴിലാളി. ഇരുമയ്യാണെങ്കിലും നമ്മളൊരൊറ്റ കരളല്ലേ, നീ എന്റെ ജീവനല്ലേ. ഇരുമയ്യാണെങ്കിലും നമ്മളൊറ്റ കരളല്ലേ, നീ എന്റെ ജീവനല്ലേ. ഈ വരികൾ എഴുതിയത് ആര്? ഈ വരികൾ എഴുതിയ കവി ആര്? ഇടപ്പള്ളി രാഘവൻ പിള്ള, P ഭാസ്കരൻ, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, ONV കുറുപ്പ്. ഇരുമയ്യാണെങ്കിലും നമ്മളൊറ്റക്കരല്ലേ, നീ എന്റെ ജീവനല്ലേ. ചങ്ങമ്പുഴയുടെ വരികളാണ്. ചങ്ങമ്പുഴയുടെ വരികളാണ്. താഴെ ചേർത്തിരിക്കുന്നവയിൽ ബഹുവചന അർത്ഥത്തിലുള്ള പദമേത്? കുട്ടികൾ, അവർകൾ, മൃഗങ്ങൾ, ജനങ്ങൾ. അതിലെ ബഹുവചന അർത്ഥത്തിലല്ലാത്ത പദങ്ങളാണ് എഴുതേണ്ടത്. ചുവടെ
ചേർത്തിരിക്കുന്നവയിൽ ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. ബഹുവചനത്തിന്റെ അർത്ഥത്തിലല്ലാതെ ബഹുവചനം പല വിധങ്ങളുണ്ട്. അതിലെ ഒരു ബഹുവചനത്തിന്റെ പേരാണ് പൂജക ബഹുവചനം. പൂജക ബഹുവചനം എന്ന് പറയുന്നത് ആദരവിന് വേണ്ടിയിട്ട് വാക്കിൽ ബഹുത്വം ചേർക്കുന്നതാണ്. അപ്പോൾ ഒരു എഴുത്തുകാരനെ കുറിച്ച് ഉദാഹരണമായിട്ട് MT വാസുദേവൻ നായർ അവർകൾ എന്ന് പറയും. അവർകൾ എന്ന് പറയുമ്പോൾ MT വാസുദേവൻ നായർ കുറെ ഉണ്ടായിട്ടല്ല. അല്ലെങ്കിൽ നല്ലൊരു കളിക്കാരനെ കുറിച്ച് സച്ചിൻ അവർകൾ എന്ന് പറയും. അവിടെ അവർകൾ എന്നത് ബഹുവചനമായിട്ട് പറയുന്നതല്ല, ആദരസൂചകമായി പറയുന്നതാണ്. നേരെ മറിച്ച് കുട്ടികൾ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടായതുകൊണ്ടാണ്. മൃഗങ്ങൾ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ മൃഗങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. ജനങ്ങൾ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടായതുകൊണ്ടാണ്. ദെൻ അവർകൾ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടായതുകൊണ്ടല്ല. സോ ദ ക്വസ്റ്റ്യൻ വാസ് ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ബഹുവചനം അല്ലാത്ത പദമേത് എന്നാണ്. ബഹുവചനം ചെറിയൊരു ഫോണ്ട് മിസ്സിംഗ് ഉണ്ട്. ബഹുവചനം അല്ലാത്ത പദം ഏത് എന്ന് ചോദിച്ചാൽ അപ്പൊ വരുന്ന ഉത്തരം അവർകൾ. ഓപ്ഷൻ ബി അവർകൾ എന്നാണ്. ബഹുവചന അർത്ഥം വരുന്ന അല്ലാത്തത് അവർകൾ എന്നതിനാണ്. ചുവടെ ചേർത്തിരിക്കുന്നതിൽ അലങ്കാരമായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? അലങ്കാരം: മല്ലിക, അനന്വയം, കുസുമമഞ്ജരി, മന്ദഘ്രാന്ത. ഇതിന് നമ്മൾ ബലായിലൊക്കെ ഉപയോഗിക്കുന്ന അലങ്കാരങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന ഏതാണ്? അനന്വയം മറ്റൊന്നിനോട് അന്വരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിലേക്ക് കമ്പയർ ചെയ്തുകൊണ്ട് പറയുന്നതിനാണ് അനന്വയം എന്ന് പറയാം. ബാക്കിയുള്ളതൊക്കെ എന്താണ്? അലങ്കാരങ്ങളാണ്. അലങ്കാരമല്ല, ബാക്കിയുള്ളതൊന്നും അലങ്കാരത്തിന്റെ ഭാഗമല്ല. അലങ്കാരമായത് അനന്വയം എന്നത്. കാണം വിറ്റും ഓണം ഉണ്ണുക എന്നുള്ള ഒരു പ്രയോഗമുണ്ട് അല്ലെ? എന്തുള്ളതാണെങ്കിലും വിറ്റ് പെറുക്കിയിട്ടാണെങ്കിലും ഓണം ഉഷാറാക്കുക എന്നുള്ളൊരു പ്രയോഗമുണ്ട്. അത് പഴഞ്ചൊല്ലാണോ, നാടൻ ശൈലിയാണോ, കടങ്കഥയാണോ, സവിശേഷ പ്രയോഗമാണോ എന്ന്? അത് പഴഞ്ചൊല്ലാണ്. കാണം വിറ്റും ഓണം ഉണ്ണുക പഴഞ്ചൊല്ലാണ്. ചിലപ്പതികാരം എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ചിലപ്പതികാരത്തിന്റെ കർത്താവ് ആര്? ജ്ഞാനസമ്പന്തർ, ഇളം കോവടികൾ, കമ്പർ, തിരുവള്ളൂർ. ഇളം കോവടികളാണ് ചിലപ്പതികാരം എഴുതിയത്. ചിലപ്പതികാരത്തിന്റെ കർത്താവ് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ഇളം കോവടികൾ. ആകാശം എന്ന അർത്ഥം വരാത്ത പദമേത്? ഗഹനം, ഗഗനം, വ്യാമം, നഭസ്. ആകാശം എന്ന അർത്ഥം വരാത്ത പദം ഏത്? താഴെ വരുന്ന പദങ്ങളിലെ മിക്ക പദങ്ങൾക്കും ആകാശം എന്ന അർത്ഥമുണ്ട്. എന്നാൽ ആകാശം എന്ന അർത്ഥം വരാത്ത പദം ഏത് എന്നാണ് ചോദിക്കുന്നത്. അതില് ദുഃഖഗഹനം എന്നൊക്കെ നമ്മൾ പ്രയോഗിക്കാറുണ്ട്. ഒരു വാക്കിന്റെ ഗഹനം എന്നുള്ള വാക്കിന് ദുഃഖം, വേദന, ഗർത്തം എന്നൊക്കെയാണ് അർത്ഥം. കാട് എന്നും അർത്ഥം. ബാക്കിയുള്ളതിനൊക്കെ ആകാശം എന്ന അർത്ഥമുണ്ട്. അപ്പൊ ഗഹനം എന്ന പദമാണ് താഴെ പറയുന്ന പദങ്ങളിൽ ആകാശം എന്ന പര്യായ പദത്തിന്റെ അർത്ഥത്തിലേക്ക് എത്താത്തത്. ഗഹനം എന്ന പദം. കാണം വിറ്റു നമ്മൾ പറഞ്ഞു. ചുവടെ ചേർത്തതിൽ നോവൽ അല്ലാത്തത് ഏത്? ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്, ആത്രേയകം, മുദ്രിത, മെഹബൂബ് എക്സ്പ്രസ്. അപ്പോ ഇതിലേതാണ്? മെഹബൂബ് എക്സ്പ്രസ് ഒരു ചെറുകഥയാണ്. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്, അത്രേകം, മുദ്രിത ഇതൊക്കെ നോവലാണ്. അപ്പം ഇതൊരു പരീക്ഷയ്ക്ക് ഒരു ചോദ്യം മാത്രമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇതുപോലെയുള്ള ധാരാളം ചോദ്യങ്ങളാണ് നമുക്ക് വരാനിരിക്കുന്നത്. അപ്പം പരീക്ഷയ്ക്ക് ഈ നിലക്കാണ് ചോദ്യങ്ങൾ വരിക എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇത് നമ്മൾ ചെയ്തത്. അപ്പൊ അതില് അതോടൊപ്പം നമുക്ക് മനസ്സിലാക്കാനുള്ളത് കഴിഞ്ഞ ഒരു കാറ്റഗറി 4 ഒരു ചോദ്യ പേപ്പറാണ്. ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കാം. അതിൽ ചോദ്യത്തിൽ വരാത്തൊരു സംഭവമാണ്. നേരത്തെ പറഞ്ഞതുപോലെ
ഒരു പാരഗ്രാഫ് തന്നിട്ട് ആ പാരഗ്രാഫിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. പാരഗ്രാഫ് തന്നിട്ട് പറഞ്ഞാൽ ഇതുപോലെ: ഡേവിഡ് എംബ്രാംസ് പറയുന്നത് പ്രകാരം പാശ്ചാത്യ ലോകത്ത് ഭാഷയെക്കുറിച്ചുള്ള ചർച്ചകളെല്ലാം പ്രകൃതിയുമായി മനുഷ്യനുള്ള പാരസ്പര്യതയെ നിഷേധിക്കാൻ ഉപയോഗിക്കപ്പെടുന്നതാണ്. മനുഷ്യ ശരീരം എന്ന ഡെക്കാർത്തിയൻ വിഭക്തി മനസ്സിന്റെ ഉൽപ്പന്നമായ ചിന്തയെയും സാധ്യമാക്കുന്ന ഭാഷയെയും യഥാർത്ഥ ലോകത്തിൽ നിന്ന് അടർത്തിയെടുക്കുന്നു. പ്രകൃതിയുടെയും ജീവന്റെയും സാന്നിധ്യത്തെ നിരാകരിക്കാനും മരയിപ്പിക്കാനുമാണ് ഇന്നത്തെ ഭാഷ ഉപയോഗിക്കപ്പെടുന്നത്. അതുമൂലം പ്രകൃതി മൂലമുള്ള പ്രത്യക്ഷ ബന്ധത്തിലൂടെ ലഭിക്കുന്ന ഇന്ദ്രിയാനുഭവങ്ങളെ അവിശ്വസിക്കാനും ഭാഷാധിഷ്ഠിതവും അമൂർത്തവുമായ ആശയങ്ങളെ അംഗീകരിക്കാനും വ്യവസായ സംസ്കാരം നമ്മെ ശീലിപ്പിച്ചിരിക്കുന്നു. ആശയലോകത്തിന്റെ മാത്രം വിവരിക്കുന്നവർ ബാഹ്യലോകവുമായുള്ള ബന്ധം നിഷേധിച്ച് പാഠ്യതയെ സ്വയം സമ്പൂർണമായ സ്ഥലമായി കണ്ട് പാഠാധിഷ്ഠിതമായ പഠനങ്ങൾ മാത്രമാണ് നടത്തുന്നത്. ക്രിയകളും പ്രതിപാദ്യ വസ്തു സൂചകത്വവുമായി ഭാഷയ്ക്കുള്ള ബന്ധം വളർത്തിയെടുക്കുവാൻ അത് ഉത്തരവാദിത്തരഹിതമായ ഭാഷയായി മാറുന്നു. സ്വയം പാഠമെന്ന സ്ഥലമായി മാറുന്ന ഭാഷയ്ക്ക് യഥാർത്ഥ സ്ഥലവും അടുത്ത സമൂഹവും മനുഷ്യരും പ്രകൃതിയുമായുള്ള ജൈവബന്ധവും നഷ്ടപ്പെടുന്നു. ഇങ്ങനെ ഒരു പാരഗ്രാഫാണ് നൽകുന്നത്. നമുക്ക് മുന്നിലുള്ളത് ഇങ്ങനെ ഒരു പാരഗ്രാഫാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ പാരഗ്രാഫ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ വരും. ഈ പാരഗ്രാഫ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ ഒരിക്കലും ഞാനിപ്പോ ചെയ്ത പോലെ ആദ്യം തന്നെ പാരഗ്രാഫ് നമ്മൾ വായിക്കരുത്. ആദ്യം നമ്മൾ വായിക്കേണ്ടത് ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം: പാശ്ചാത്യ ലോകത്തെ ഭാഷാ ചർച്ചകൾ എന്തിനെ കുറിച്ചാണ്? പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച്, ഭാഷയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യത്തെക്കുറിച്ച്, പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യ നിഷേധത്തെക്കുറിച്ച്, പ്രകൃതിയുടെ പാരസ്പര്യ നിഷേധത്തെക്കുറിച്ച്. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. അവിടെ നമ്മൾ കണ്ടതാണ് ഭാഷയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യത്തെക്കുറിച്ചാണ് ഇപ്പൊ അവിടെ പാശ്ചാത്യ ലോകം ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പാഠത്തിൽ ഇനി വേറെ രീതിയിൽ ചോദിക്കാം. പാഠാധിഷ്ഠിതം എന്ന് പറഞ്ഞു, അതെങ്ങനെ വിഹരിക്കുന്നത് എന്ന്. പാഠാധിഷ്ഠിതമായി പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. നമുക്ക് ഭാഷ അറിയുന്ന ആളുകളാണെങ്കിൽ പാഠാധിഷ്ഠിതം എന്തെന്ന് മനസ്സിലായാൽ മാത്രമേ അത് വിഷയം മനസ്സിലാവുള്ളൂ. പാഠാധിഷ്ഠിതം എന്ന് പറയുന്നത് പാഠത്തിന്റെ അധിഷ്ഠിതം, അല്ലെങ്കിൽ പാഠത്താൽ അധിഷ്ഠിതമായത്. പാഠത്താൽ അധിഷ്ഠിതമായത് എന്ന, പാഠം പോലെ അധിഷ്ഠിതം എന്നല്ല, പാഠത്തിന്റെ അധിഷ്ഠിതമല്ല, പാഠത്താൽ. അപ്പൊ ആ ഒരു പഠിപ്പിക്കപ്പെടുന്ന പാഠങ്ങളിൽ നിന്ന് അധിഷ്ഠിതമായതാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഇനി യഥാർത്ഥ സ്ഥലവും അവിടുത്തെ സമൂഹവും മനുഷ്യരും പ്രകൃതിയുമായുള്ള ജൈവബന്ധവും പാഠത്താൽ അധിഷ്ഠിതമായത്. നമ്മൾ സബ്ജക്റ്റീവ് എന്നൊക്കെ പറയില്ലേ, സബ്ജക്റ്റീവായിട്ട് പ്രസംഗിക്കണം, വിഷയാധിഷ്ഠിതമായി പ്രസംഗിക്കണം എന്ന് പറഞ്ഞാൽ വിഷയത്തിൽ അധിഷ്ഠിതമായി പ്രസംഗിക്കണം, വിഷയത്തിൽ നിന്നുകൊണ്ട് എന്നല്ല, അതേ രീതിയിലാണ്. ഇനി യഥാർത്ഥ സ്ഥലവും അവിടുത്തെ സമൂഹവും മനുഷ്യരും പ്രകൃതിയുമായുള്ള ജൈവബന്ധവും നഷ്ടമാകുന്നത് ആർക്കാണ് സമൂഹവുമായൊക്കെയുള്ള ബന്ധം നഷ്ടമാകുന്നത്? ഓപ്ഷൻ എ സമൂഹ ഭാഷയ്ക്ക്, സ്വയം പാഠമെന്ന സ്ഥലമായി മാറുന്ന ഭാഷയ്ക്ക്, ജൈവബന്ധം നഷ്ടപ്പെടുന്ന പ്രകൃതിക്ക്, പാഠത്തെയും സ്ഥലത്തെയും ഉൾക്കൊള്ളുന്ന ഭാഷയ്ക്ക്. അതിൽ നമ്മൾ പറഞ്ഞത് സ്വയം പാഠമെന്ന സ്ഥലമായി മാറുന്ന ഭാഷയ്ക്ക് എന്നാണ്. കൃതിയുടെ പാഠത്തെ സ്വയം സമ്പൂർണമായി സ്ഥലമായി കണ്ട് പാഠാധിഷ്ഠിതം മാത്രമായി പഠനങ്ങൾ നടത്തുന്നത് ആര്? അതാരാ അങ്ങനെ ചെയ്യുന്നത്? പരിസ്ഥിതി പ്രവർത്തകര്, മനഃശാസ്ത്രജ്ഞര്, ആശയം പ്രധാനമായി കരുതുന്നവർ, ആശയലോകത്തു മാത്രം വിഹരിക്കുന്നവർ. നമ്മൾ അങ്ങനെയാണ് തുടങ്ങിയത്. ആശയലോകത്തുമായി വിഹരിക്കുന്നവർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടാണ് പാരഗ്രാഫ് തുടങ്ങിയത്. പ്രകൃതിയുടെയും ജീവന്റെയും സാന്നിധ്യത്തെ നിരാകരിക്കാനും മരയിപ്പിക്കാനും ഇന്ന് ഉപയോഗിക്കുന്നത് എന്തിനെയാണ്? പ്രകൃതിയുടെയും ജീവന്റെയും സാന്നിധ്യത്തെ നിരാകരിക്കാനും മരയിപ്പിക്കാനും എന്ന് പ്രയോഗിക്കുന്നത് എന്തിനെയാണ്? മനസ്സ്, ഭാഷ, ചിന്ത, ആശയങ്ങൾ. അപ്പൊ നമ്മൾ ഭാഷയെ കുറിച്ചുള്ള ചർച്ച അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. ഭാഷയാണ് ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങൾ ഉണ്ടാകും. ഈ കവിതയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. കവിതയിൽ നിന്നും ഇതേപോലെ പാരഗ്രാഫുകൾ തന്നിട്ട് സാമ്പിൾ ചെയ്യാൻ കുറച്ച് പാരഗ്രാഫുകൾ ചോദ്യങ്ങൾ ഉണ്ടാക്കി വെച്ചതാണ്. അതിപ്പോ നമ്മളെ കൊണ്ടും പറ്റും. ഇനി
കുറച്ച് ചോദ്യങ്ങൾ കൂടെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടത് നേരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ളതാണ് നമ്മൾ കണ്ടു. പിന്നെ വല്ലി ഇതൊക്കെയാണ് നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു രൂപമാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട കുറച്ച് ഭാഗങ്ങളാണ്. അഥവാ നമ്മുടെ ഭാഷയിൽ സ്വരങ്ങള്, അനുബന്ധ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ്. ഭേദകം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വിശേഷണം, ഇതിന്റെയെങ്കിലും ഒരു പ്രത്യേക ഗുണം, അവസ്ഥ, അളവ്, എണ്ണം, സ്വഭാവം, ഞാൻ ഇതിലേക്ക് പോവുകയല്ല. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ചോദ്യങ്ങൾ, ഇതുപോലെ പല വിഷയങ്ങളും നമ്മൾ പഠിക്കുമ്പോഴാണ് ഭേദകം എന്താണ്, നാമവിശേഷണം, ക്രിയാവിശേഷണം, വിശേഷണം. ഭേദകം എന്ന് പറഞ്ഞാൽ വിശേഷണമാണ്. സാമ്പിൾ പറഞ്ഞു തരാണ്. ഗ്രാമർ എന്ന്, ഭാഷാജ്ഞാനം എന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഗ്രാമർ. അപ്പൊ ഗ്രാമറിൽ വരുന്നത് ഈ ഭാഗങ്ങളൊക്കെയാണ്. ഗ്രാമറിൽ വരുന്ന ഭാഗങ്ങളാണ് പറയുന്നത്. അപ്പൊ നാമവിശേഷണം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇസ്മിനെ, ഒരു പേരിനെ വിശേഷിപ്പിക്കുന്നത്. കുട്ടി എന്നുള്ളതിന് നല്ല കുട്ടി എന്ന് പറഞ്ഞാൽ നാമവിശേഷണം. ക്രിയാവിശേഷണം എന്ന പ്രവൃത്തിയെ വിശേഷിപ്പിക്കുന്നത്. വിശേഷണം എന്ന് പറഞ്ഞാൽ വിശേഷണത്തെ വിശേഷിപ്പിക്കുന്നത്. ഉദാഹരണം, നല്ല കുട്ടി, വലിയ വീട്, സുന്ദരിയായ പെൺകുട്ടി, 3 പുസ്തകങ്ങൾ, ഇതൊക്കെയാണ് വിശേഷണത്തെ വിശേഷിപ്പിക്കുന്നത്. ഇനി ക്രിയയെ വിശേഷിപ്പിക്കുന്നത്, അവൻ വേഗത്തിൽ ഓടി എന്ന്. വേഗത്തിൽ എന്നുള്ള എന്തിന്റെ വിശേഷമാണ്? ഓടി എന്നതിന്റെ ക്രിയയുടെ വിശേഷമാണ്. കുട്ടി നന്നായി പഠിക്കുന്നു. അവൾ ഇന്നലെ വന്നു എന്നുള്ളതിനേക്ക് വിശേഷിപ്പിക്കുകയാണ് ഇന്നലെ. ഇതിനൊക്കെയാണ് ഭേദകം അല്ലെങ്കിൽ ക്രിയാവിശേഷണം, ക്രിയാഭേദകം എന്ന്. ഇനി വിശേഷണം, ഇതൊക്കെ ഭേദകത്തിന്റെ ഭാഗമാണ്. വളരെ നല്ല കുട്ടി, വിശേഷണം. വളരെ നല്ല കുട്ടി, നല്ല എന്നതിനെയാണ് പിന്നെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ വളരെ നല്ല കുട്ടി എന്ന് പറയുമ്പോൾ അതിനെ വീണ്ടും വിശേഷിപ്പിക്കുകയാണ്. ഓക്കെ. അത്യന്തം സുന്ദരമായ ചിത്രം, സുന്ദരമായ എന്നതിനെയാണ് വീണ്ടും. നല്ല സ്ട്രോങ് അടി എന്നൊക്കെ പറയില്ല നമ്മള്. ആ അടി എന്നുള്ളതിനല്ലേ നല്ല സ്ട്രോങ്, ഇങ്ങനെ 2 വിശേഷണമൊക്കെ വെച്ച് വിശേഷിപ്പിക്കുന്നത്. അതാണ് വിശേഷണം എന്ന് പറയുന്നത്. അപ്പൊ വലിയ വീട്, അതുമായി ബന്ധപ്പെട്ട ചോദ്യം ഏത്? ഇങ്ങനെയൊക്കെ വരാം. ഇവിടെ വലിയ ഏത് ഭേദകമാണ്? വലിയ വീട് എന്ന് പറഞ്ഞാൽ ഭേദകം ഏത്? ക്രിയാവിശേഷണം, വിശേഷണം, നാമവിശേഷണം, സർവനാമം. വലിയ വീട് എന്ന എന്തിനെയാണ് വിശേഷിപ്പിക്കുന്നത്? ആ വീട് എന്നതിനെയാണ് വിശേഷിപ്പിക്കുന്നത്. വീട് എന്ന നാമത്തെയാണ് വിശേഷിപ്പിക്കുന്നത്. അവൻ നന്നായി എഴുതി. നന്നായി എന്നുള്ളത് ഏത് വിശേഷണമാണ്? നാമവിശേഷണം, ക്രിയാവിശേഷണം, വിശേഷണം, നാമം. നന്നായി എന്നുള്ളത് എന്തിനെയാണ് വിശേഷിപ്പിക്കുന്നത്? അവൻ നന്നായി എഴുതി എന്നുള്ളിടത്ത് എഴുതി എന്നുള്ള ക്രിയയാണ് വിശേഷിപ്പിക്കുന്നത്. എഴുതി എന്ന ക്രിയയെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ. ക്രിയാവിശേഷണം. വളരെ നല്ല കുട്ടി ഏത് ഭേദകമാണ്? നാമവിശേഷണം, ക്രിയാവിശേഷണം, വിശേഷണം. വളരെ നല്ല കുട്ടി. വളരെ എന്നുള്ളത് കുട്ടിയെയാണോ വിശേഷിപ്പിക്കുന്നത്? നല്ല എന്നതിനെയാണ് വിശേഷിപ്പിക്കുന്നത്. പെട്ടെന്ന് മനസ്സിലാവും അല്ലെ? ഇവർ പറയുന്നുണ്ട് വളരെ എന്നുള്ളത് വിശേഷണമാണ്. കുട്ടി പെട്ടെന്ന് ഓടി. പെട്ടെന്ന് എന്നുള്ളത് ഏത് വിശേഷണമാണ്? കുട്ടി പെട്ടെന്ന് ഓടി. നാമവിശേഷണം, ക്രിയാവിശേഷണം, വിശേഷണം. മനസ്സിൽ കണ്ടുവെക്കുക, ക്രിയാവിശേഷണമാണ്. ഓടി എന്നുള്ളതിനാണ് നമ്മൾ പെട്ടെന്ന് എന്നുള്ള വിശേഷണം കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് തുടക്കത്തില് നമ്മൾ പറഞ്ഞപ്പോ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചും മറ്റൊക്കെ പറഞ്ഞു. അവിടെ കാവ്യവുമായി ബന്ധപ്പെട്ട് ആദ്യത്തേത് കുറെ കാര്യങ്ങൾ, ആദ്യത്തേതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കണം. പിന്നെ ആദ്യത്തേത് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എഴുതപ്പെട്ട കാവ്യം ഏത്, ആദ്യം എഴുതപ്പെട്ട നോവൽ അങ്ങനെയുള്ള. പിന്നെ ലേറ്റസ്റ്റ് ആയി പറയുമ്പോൾ 2025 വയലാർ അവാർഡ് ആർക്ക്, 2025 ഭാരതരത്ന കിട്ടിയത് ആർക്ക്, 2025 അങ്ങനെയുള്ള ആ ഒരു 2025-24 ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഭാഗത്തിൽ നിന്നും ചോദ്യങ്ങൾ വരാം. പിന്നെ ഈ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ പല ഭാഗങ്ങൾ കണ്ടല്ലോ, ആ ഭാഗങ്ങളിൽ നിന്നും ഇതിങ്ങനെയാണ്. ശ്രീകൃഷ്ണ വിലാസം സുകുമാര കവി സംസ്കൃത ഭാഷയിൽ മലയാളത്തിലെ ആദ്യ മഹാകാവ്യം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ വിലാസമാണ്. അത് എഴുതിയത് സുകുമാര കവിയാണ്. പക്ഷെ എഴുതിയത് എന്താണ്? സംസ്കൃത ഭാഷയിലാണ്. അപ്പോ
ശ്രീകൃഷ്ണ വിലാസം ആദ്യമായിട്ട് എഴുതി. എന്നാൽ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ മഹാകാവ്യം അഴകത്ത് പത്മനാഭ കുറുപ്പ് എഴുതിയ രാമചന്ദ്രവിലാസമാണ്. പരീക്ഷയ്ക്ക് ചോദിച്ച ഏതാണ് പറയേണ്ടത്? രാമചന്ദ്രവിലാസമാണ്. 1977 പ്രകാശനം ചെയ്തു. സംസ്കൃത മഹാകാവ്യങ്ങളുടെ ചുവട് പിടിച്ച് ആണത് എഴുതിയിട്ടുള്ളത്. ഇനി മഹാകാവ്യം അതൊക്കെ. ഇനി മഹാകാവ്യ പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്ഥാനം ഇവിടെ നിലവിലുണ്ട്. മഹാകാവ്യ പ്രസ്ഥാനം കേരള വിദ്യാഭ്യാസ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി TP ബാലകൃഷ്ണൻ നായർ തയ്യാറാക്കിയ ഒന്നാണ് മഹാകാവ്യ പ്രസ്ഥാനം എന്ന പഠന ഗ്രന്ഥം അദ്ദേഹം ഇറക്കിയതാണ്. ഇത് മഹാകാവ്യങ്ങളെ കുറിച്ചുള്ള ഒരു പഠനമാണ്. മഹാകാവ്യത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥം എന്ന് പറയുന്നത് അത് TP ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയത് ആ കാവ്യങ്ങളെ കുറിച്ച് തന്നെയുള്ള ഒരു പഠനമാണ്. സാഹിത്യ പഞ്ചാനൻ എന്നറിയപ്പെടുന്ന PK നാരായണപിള്ള മലയാളത്തിൽ ആദ്യം മഹാകാവ്യം എന്ന് വിശേഷിപ്പിച്ചത്. അപ്പൊ മഹാകാവ്യം എന്ന് ഇതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ആരാണ് വിശേഷിപ്പിച്ചത്, വിശേഷണം കൊടുത്തത്? PK നാരായണപിള്ളയാണ് അതിന് ഇത് കൊടുത്തത്. ഇനി മഹാകാവ്യവുമായി ബന്ധപ്പെട്ട് കൃഷ്ണഗാഥ ചെറുശ്ശേരി നമ്പൂതിരി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭാഗവതത്തെ ആസ്പദമാക്കി രചിച്ച ഒരു കാവ്യമാണ് കൃഷ്ണകാന്ത എന്ന് പറയുന്നത്. അതും അവിടൊക്കെ തന്നെ ഉള്ളത് തന്നെയാണ്. ഇത് ശുദ്ധ മലയാളത്തിൽ രചിക്കപ്പെട്ട ആദ്യ കൃതികളിൽ ഒന്നാണ്. ഇതിന്റെ കൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥകൾ ഭക്തിയും സൗന്ദര്യവും നിറഞ്ഞ ഇതിലൂടെ വർണ്ണിക്കുകയാണ്. കൃഷ്ണഗാഥാറിനെ കൃഷ്ണനെ കുറിച്ചുള്ള മതഹ് എന്ന് പറയാം. ഇനി മഹാകാവ്യവുമായി ബന്ധപ്പെട്ടതിനോട് അനുബന്ധിച്ച് കുറച്ച് ചോദ്യങ്ങൾ. മഹാകാവ്യത്തെ നെടുങ്കയക്കെട്ടിനോട് ഉപമിച്ചത് ആരാണ്? കുമാരനാശാനാണ്. ചിത്രകാവ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, വെള്ളത്തോൾ എഴുതിയ ചിത്രകാവ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ മഹാകാവ്യം എന്ന് നമ്മള് അതിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ പറയുന്ന കവിതയും മഹാകാവ്യവും തമ്മിൽ വ്യത്യാസം കേട്ടാ. മഹാകാവ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷർത്തും പറലും അതുമായിട്ടുള്ള അനുബന്ധ നിബന്ധനകൾ കൂടിയിട്ട് വലിയൊരു സംഭവമാണ് മഹാകാവ്യം. അപ്പം അതാണ് വെള്ളത്തോളിന്റെ മഹാകാവ്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നെടുങ്കയെക്കെട്ട്. കാരണം ഒരു കെട്ട് വയ്ക്കുമ്പോൾ മറ്റൊടുത്ത് ചുഴി വരും, അല്ലെങ്കിൽ കെട്ടുന്ന് പോയാൽ ചുഴിക്ക്, ചുഴിന്ന് പോയാൽ കെട്ടിക്ക്, ആ ഒരു അവസ്ഥയിലുള്ള രചനയാണ്. എന്തിനാ ഇത്ര അടങ്ങറായിട്ട് രചിക്കണെന്നൊക്കെ ചോദിച്ചപ്പോ അതിനൊന്നും നമ്മുടെ അടുത്ത് ഉത്തരമില്ല. കേരളവർമ്മ പ്രസ്ഥാനത്തിലെ വിജയസ്തംഭം ഉമാകേരളം ആണ്. ചെറുശ്ശേരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളത്തിലെ ആദ്യ കാവ്യം കൃഷ്ണഗാഥ രചിച്ചതിലൂടെ ആദ്യ മഹാകവിയായി അറിയപ്പെട്ടു. അപ്പൊ ആദ്യത്തെ മഹാകവി ആരാണ്? ചെറുശ്ശേരിയാണ് ആദ്യത്തെ മഹാകവി. അദ്ദേഹത്തിന്റെ കൃഷ്ണഗാഥ എഴുതുന്നതിലൂടെയാണ്. കുമാരനാശാൻ മഹാകവി എന്ന പദവി ലഭിച്ച കവിയാണ്. അദ്ദേഹം കാൽപ്പനിക പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരനായിട്ട് അറിയപ്പെടുന്നു. കുമാരനാശാൻ മഹാകവി എന്ന പദവി ലഭിച്ചിട്ടുണ്ട്. പിന്നെ റൊമാൻസ് അല്ലെങ്കിൽ കാൽപ്പനികത അതിന്റെയൊക്കെ തുടക്കക്കാരനായിട്ട് കുമാരനാശാൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വീണപൂവൊക്കെ അങ്ങനെയാണ്. ലഹാപുഷ്പമേ അധിക തുങ്കപദത്തിൽ ഇത്ര ശോഭിച്ചു നിന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രാജ്ഞിയോടൊക്കെ ഉപമിച്ചുകൊണ്ട് ആണ് അദ്ദേഹം പാടുന്നത്. അങ്ങനെ ഒരു റൊമാൻസ് ഒക്കെ കൊണ്ടുവന്നത്. റൊമാൻസ് തന്നെ സ്ത്രീകളോട് പറയുന്നത് മാത്രമല്ല കേട്ടോ റൊമാൻസ്. അതൊരു ഭാവനയിൽ സൃഷ്ടിച്ചെടുക്കുന്ന കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകുന്നതും അതിനെ വർണ്ണിക്കുന്നതൊക്കെ റൊമാൻസിന്റെ ഭാഗമാണ്. അപ്പൊ ഒരു പൂവ് ഇങ്ങനെ വീണെടുക്കുന്ന സമയത്ത് നമ്മളൊക്കെ എത്ര പൂക്കൾ വീണെടുക്കുന്ന കാണുന്നത് നമുക്കൊന്നും തോന്നലൊന്നുമില്ലല്ലോ. അപ്പൊ കുമാരനാശാൻ പക്ഷെ ഒരു പൂവ് വീണെടുക്കണുണ്ടപ്പോ, പൂവേ നീ ഇന്നലെ ഒരു രാജകുമാരിയെ പോലെ ഇങ്ങനെ അവിടെ വാണ് നിന്നിരുന്ന അല്ലെങ്കിൽ ഉയർന്നു നിന്നിരുന്ന ഒന്നാണല്ലോ. ഇന്നിപ്പോ നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഡേറ്റ് കഴിഞ്ഞു, നീ നിലത്ത് വീണിങ്ങനെ ശ്രീ ഭൂവിൽ അസ്ഥിര സംശയം ഇന്ന് എനിക്കു നിൻയാഭൂതി അങ്ങ് പുനരിങ്ങു പിതോർത്താൽ എന്നൊക്കെ പറയുന്ന രീതിയിൽ വളരെ ഇടങ്ങറായിട്ട് നിലത്ത് ഇങ്ങനെ ആരെങ്കിലൊക്കെ വന്ന് ചവിട്ടുന്ന അവസ്ഥയിൽ കിടക്കുന്ന ഈ കിടപ്പ് കണ്ടാൽ എന്നാണ് കുമാരനാശാൻ പറയുന്നത്. അപ്പൊ അതൊക്കെ ആ ഒരു പൂവ് ഇങ്ങനെ കാണുമ്പോഴത്തേനും വരുന്നതാണ് റൊമാൻറ്റിസം. അതൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഏതായാലും ഉമാകേരളം എഴുതിയ ഉള്ളൂർ S പരമേശ്വര അയ്യർ. ഇനി മലയാളത്തിലെ ശാകുന്തളം എന്ന പേരിൽ അറിയപ്പെടുന്നത്, അതൊക്കെ പിന്നെ മലയാള സാഹിത്യവുമായി ചർച്ച ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ അത് എഴുതിയത് 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പണ്ഡിതനും കവിയുമായിരുന്ന ഉണ്ണായി വാര്യർ എഴുതിയതാണ് മലയാളത്തിലെ ആദ്യ ശാകുന്തളം. പിന്നെ മഹാഭാരതത്തിലെ ദമയന്തി കഥയെ അടിസ്ഥാനമാക്കി കഥകളിക്ക് അനുയോജ്യമായ രൂപത്തിൽ അദ്ദേഹം രചിച്ച ഈ ആട്ടക്കഥ. അപ്പൊ അന്നത്തെ കുറെ കളികളും കാര്യങ്ങളൊക്കെ ആണല്ലോ, അതിനാവശ്യമായ രീതിയിലാണ് ഈ ആട്ടക്കഥയെ അദ്ദേഹം രചിച്ചിട്ടുള്ളത്. അപ്പൊ മലയാളത്തിൽ അതിലൊക്കെ ചോദ്യങ്ങളുടെ ഭാഗങ്ങൾ വരുന്നുണ്ട് കേട്ടാ. അപ്പൊ മലയാളത്തിലെ ആദ്യ
ആട്ടക്കഥ ആദ്യം എഴുതിയത് ആരാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ മലയാളത്തിലെ ശാകുന്തള എഴുതിയത് ആരാണെന്ന് വെച്ചാൽ ഉണ്ണായി വാര്യർ. ഇനി കിളിപ്പാട്ട് എന്നുള്ളത്, കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നിവരാണ്. കവിയുടെ അഭ്യർത്ഥന മാനിച്ച ഒരു കിളി, ശാരിക പൈതൽ, ഭഗവത് കഥകൾ പറയുന്ന രീതിയിലുള്ള കവിരചന. ആ കിളി ഇങ്ങനെ പറയാം, കിളി ഇങ്ങനെ സംസാരിക്കുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മഹാരഥവും കിളിപ്പാട്ടായി രചിച്ച് മലയാള ഭാഷയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയ കവിയാണ്. മഹാഭാരതം വരെ കിളിപ്പാട്ടായിട്ട് രചിച്ച ഒരാളാണ് അദ്ദേഹം. ഓക്കെ, ഇനി മലയാളത്തിലെ ആദ്യകാല ഇതൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ഭാഷാജ്ഞാനത്തിന്റെ ഭാഗമായിട്ട് കഥ, നോവൽ, കവിത, മഹാകവി, ഇതൊക്കെ ആരാണ് എന്നുള്ളത് ഏറ്റവും ബേസ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ് ഇതൊക്കെ കേട്ടോ. ഇനി നോവലുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുകയാണെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണെന്ന കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും, നോട്ട് ദ പോയിന്റ്, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും അപ്പു നെടുങ്ങാടിയുടെ കുന്തലത 1887 ഇറങ്ങിയ കുന്തലതയാണ് ആദ്യ നോവലായി കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഒരു ക്ലോസും കൂടി ഉണ്ട്. എന്നാൽ ഒ ചന്തുമേനോന്റെ ഇന്ദുലേഖ 1889 എഴുതിയ ഇന്ദുലേഖ ആണ് ലക്ഷണമൊത്ത ആദ്യ മലയാള നോവലായി അറിയപ്പെടുന്നത്. ആദ്യം നോവൽ ഇന്നാൾ എഴുതിയിരിക്കണേ, പക്ഷെ അതിന്റെ ശർത്തും പറഞ്ഞൊന്നും പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് ചന്തുമേനോന്റെ ഇന്ദുലേഖ 89, 2 വർഷം കഴിഞ്ഞ് ഇറങ്ങിയ രചനക്കാണ് അന്ന് ഇത് കിട്ടിയിട്ടുള്ളത്. പിന്നെ 1858 ജോസഫ് ഫീറ്റ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത ഫുൽമേനി എന്നും ഗൗരിത എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ അച്ചടിച്ചു വന്നിരുന്നു. ആ മലയാളത്തിൽ അച്ചടിച്ച ആദ്യ നോവലാണിത്. അപ്പൊ ഫുൽമേനിയാണ് ആദ്യത്തെ മലയാളത്തിൽ അച്ചടിച്ച നോവലായിട്ട് വരുന്നത്. ഇനി പ്രധാന നോവലുകൾ, മലയാളത്തിൽ എഴുതിയ പ്രധാന നോവലുകൾ എടുത്തു കഴിഞ്ഞാൽ ഫുൽമോനി എന്നും കോരുണ എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ മലയാളത്തിൽ അച്ചടിച്ച ആദ്യ നോവൽ പരിഭാഷയാണ്. അത് ആദ്യമായിട്ട് തർജുമ നടന്നത് അങ്ങനെയാണ്. കുന്തലത 1887 മലയാളത്തിൽ ആദ്യ നോവലായി കണക്കാക്കപ്പെടുന്നു. അപ്പു നെടുങ്ങാടിയാണ് അത് എഴുതിയത്. ഇന്ദുലേഖ 1889 ലക്ഷണമൊത്ത ആദ്യ മലയാള നോവലായി, മലയാള നോവൽ സാഹിത്യത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന ഒ ചന്തുമേനോൻ എഴുതിയത്. അപ്പൊ എങ്ങനെ മനസ്സിലായത്? മാർത്താണ്ഡവർമ്മ 1891 മലയാളത്തിലെ ആദ്യ ചരിത്ര നോവലാണ്. CV രാമൻപിള്ള എഴുതിയ അതുപോലെയുള്ള നോവലുമായി ബന്ധപ്പെട്ടതാണ് സിനിമയാക്കിയ ആദ്യത്തെ മലയാള നോവൽ. അപ്പം ഇവിടെ നമ്മള് ചില നോവലുകൾ പറഞ്ഞു, ഫുൽമേനി പറഞ്ഞു, കുന്തലത പറഞ്ഞു, പിന്നെ പരിഭാഷയെ കുറിച്ച് പറഞ്ഞു, ഇന്ദുലേഖയും അതുപോലെ അപ്പു നെടുങ്ങാടിയുടെ നോവലും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാഹചര്യം പറഞ്ഞു. ഒക്കെ ഒഴിവാക്കിയിട്ടുള്ളതാണ് പിന്നെ ഇത് വരുന്നത്. ആദ്യ CV രാമൻ പിള്ളയുടെ കഴിഞ്ഞാല് സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ CV രാമൻ പിള്ളയുടെ മാർത്താണ്ഡവർമ്മയാണ് സിനിമയാക്കിയ ആദ്യ നോവൽ. 1933 പുറത്തിറങ്ങിയ ഈ ചിത്രം മലയാളത്തിലെ ആദ്യ നോവൽ ആസ്പദമാക്കിയുള്ള ചരിത്രമായിരുന്നു. ഇനി മലയാളത്തിൽ ആദ്യമായി പുറത്തിറങ്ങിയ മഹാകാവ്യം നമ്മൾ നേരത്തെ പറഞ്ഞു, രാമചന്ദ്ര വിലാസം. ഇന്ദുലേഖയുടെ രചയിതാവ് ഒ ചന്തുമേനോൻ. ഇതൊക്കെ പല ക്വസ്റ്റ്യൻസിന് എടുത്തതായതുകൊണ്ടാണ് റിപ്പീറ്റേഷൻ വരുന്നത്. അത് മനസ്സിലാക്കേണ്ടത് ആ ഏരിയക്ക് റിപ്പീറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. മലയാളത്തിൽ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖ, മലയാളത്തിലെ ആദ്യ നോവൽ കുന്തലേഖ. പിന്നെ ഇപ്പൊ പറഞ്ഞതിന്റെ ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ കൃഷ്ണഗാഥയുടെ രചയിതാവ് ചെറുശ്ശേരി നമ്പൂതിരി. നളചരിതം മാട്ടക്കഥയുടെ ഉപജ്ഞാതാവ് ഉണ്ണായി വാര്യർ. ശ്രീകൃഷ്ണചരിതത്തെ ആസ്പദമാക്കി മലയാളത്തിലുണ്ടായ ആദ്യ മഹാകാവ്യം കൃഷ്ണഗാഥ. ഇനി ഒരു ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ അവസാനിപ്പിക്കാം. നമ്മളെ ബന്ധങ്ങൾക്ക് വലിയ അതാണ്. പുത്രന്റെ പുത്രൻ പൗത്രൻ, പുത്രന്റെ പുത്രി പൗത്രി. ഇത് നമുക്ക് രണ്ടും അറിയാം അല്ലെ? പേരക്കുട്ടിക്ക് പൗത്രൻ എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ പുത്രന്റെ ഭാര്യ സ്നുഷ, മരോൾക്ക് മലയാളത്തിൽ സ്നുഷ എന്നാണ് പറയാം. പേരക്കുട്ടിക്ക് മകളുടെ മകൾ ദൗഹിത്രി. മകന്റെ മകനാകുമ്പോ വേറെ, മകളുടെ മകളാകുമ്പോ വേറെ. അത് നോട്ട് ചെയ്യണം. അച്ഛന്റെ അച്ഛൻ പിതാമഹൻ, അച്ഛന്റെ അമ്മ പിതാമഹി, അമ്മയുടെ അമ്മ പിതാമഹി, മഹൻ മഹി. മകളുടെ ഭർത്താവ് ജാമാതാവ്. ആകെ പേപ്പറിലൊക്കെ നമ്മളിങ്ങനെ കാണല് ആരെങ്കിലും മരിച്ചാൽ ഇന്ന ആളുകളൊക്കെ ജാമാതാക്കളാണെന്ന് പറഞ്ഞു അല്ലെ, മരക്കലാണ് അർത്ഥം. ഭാര്യയുടെ പിതാവ് അമ്മോഷൻ, ശശുരൻ എന്നുള്ളതാണ് അമ്മോഷനായി മാറിയതിട്ട. ഭാര്യയുടെ പിതാവ് ശശുരൻ, അതാണ് പിന്നെ അമ്മോഷനായി മാറുന്നത്. ഇനി പദങ്ങളുമായി ബന്ധപ്പെട്ട ചില ശരിതെറ്റുകൾ നോക്കാം. അങ്ങനെ എന്നല്ല അങ്ങനെ എന്നാണ്. അടിമത്തം എന്ന് എന്ന് എഴുതണ്ട, അടിമത്തം എന്ന് മതി.
അതാത് അതാത് അതത് എന്ന് മതി. അധപതനം അധപതനം. അധ്യാപകർ അധ്യാപകൻ. ശ്രദ്ധിക്കുക, അനന്തിരവൻ ശ്രദ്ധിക്കുക, അനന്തരവൻ. അനുഗ്രഹീതൻ അനുഗ്രഹീതൻ. അപേക്ഷ തീയതി അപേക്ഷാ തീയതി ഉണ്ട്. പ്രാസംഗികൻ പ്രസംഗകൻ. അപ്പോൾ ഇത്രയും വാക്കുകൾ കൂടെ, അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങൾ കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നേടിയെടുക്കാവുന്നതാണ് കേട്ടറ്റ് എന്ന് പറയുന്ന ഭാഗം. ഇൻഷാ അല്ലാഹ് ഇതൊരു ജസ്റ്റ് ഒരു പരിചയപ്പെടുത്തൽ മാത്രമാണ്. മലയാളം എന്ന വിഷയത്തെയും അതിന്റെ അനുബന്ധ കാര്യങ്ങളെയൊക്കെ പരിചയപ്പെടുത്തൽ മാത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ, തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഫോക്കസ് അക്കാദമിയിൽ ലഭ്യമാണ് എന്ന് മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിൽ എല്ലാ ഭാഗങ്ങളൊന്നും ടച്ച് ചെയ്തിട്ടില്ല. നമുക്ക് ഒരുപാട് ഭാഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഭാഗങ്ങൾ വരാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭാഷാജ്ഞാനം എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു ഏരിയ ഭാഷാജ്ഞാനത്തിൽ വരുന്നുണ്ട്. പിന്നെ അതിൽ അവാർഡുകൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ പുസ്തകങ്ങള്, അത് എഴുതിയ ആൾക്കാര്, അതിലെ കഥാപാത്രങ്ങള്, തൂലികാനാമങ്ങള്, ഇതൊക്കെ അടങ്ങുന്നതാണ് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിന്റെ അല്ലെങ്കിൽ ഈ ഒരു സിലബസ് എന്നുള്ളത്